ഹലോ ഗൈസ്, കേരളത്തിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇന്ത്യൻ റെയിൽവേയിലേക്ക് സെക്ഷൻ കൺട്രോളർ പോസ്റ്റിലേക്കുള്ള 119ഓളം വേക്കൻസിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും കൂടെ ഇപ്പോൾ RRB വിളിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതൽ റെയിൽവേയുടെ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ അണ്ടറിൽ CN നമ്പർ 3/2026. സോ ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/8/2026 വരെയാണ്. സോ മിനിമം ഗ്രാജുവേഷൻ യോഗ്യതയുള്ളവർക്ക് തൊട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണ് സെക്ഷൻ കൺട്രോളർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 6 ആണ്. അതായത് 35,400 രൂപയാണ് ബേസിക് പേ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ DA പോലുള്ള അലവൻസസും കൂടെ ലഭിക്കുന്നതായിരിക്കും. A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 20 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ടോട്ടൽ 119ഓളം വേക്കൻസീസ് ആണ് ഓൾ ഇന്ത്യ ലെവലായിട്ട് വിളിച്ചിരിക്കുന്നത്. കേരളത്തിലും വേക്കൻസീസ് ഉണ്ട്. ഏജ് ലിമിറ്റിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് SC/ST കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എക്സാമിനേഷൻ ഫീസ് എന്ന് പറയുന്നത് ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മാൻ, SC/ST മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിലുള്ള കാൻഡിഡേറ്റ്സിന് 250 രൂപ, ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ് എക്സാമിനേഷൻ ഫീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 500 രൂപയിൽ 400 രൂപയും ഫസ്റ്റ് സെലക്ഷൻ പ്രോസസ് ആയിട്ടുള്ള CBT ടെസ്റ്റ് അറ്റൻഡ് ചെയ്തവർക്ക് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനും 250 രൂപ, CBT അറ്റൻഡ് ചെയ്യുന്നവർക്ക് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത്. അതായത് 2 മണിക്കൂറുള്ള ഈ ഒരു എക്സാമിനേഷന് ടോട്ടൽ 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് സിലബസും ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ CBT പോലെ തന്നെ CBAT ടെസ്റ്റ് ആണ് അടുത്ത സെലക്ഷൻ പ്രോസസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനുമാണ് സെലക്ഷൻ പ്രോസസ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സോൺ വൈസ് ആയിട്ടുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ചെന്നൈയിലേക്ക് 9 വേക്കൻസീസും കേരളത്തിൽ അതായത് തിരുവനന്തപുരം RRBയിലേക്ക് 4 വേക്കൻസീസുമാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഓൾ ഇന്ത്യ ലെവലായിട്ട് 119ഓളം വേക്കൻസീസ് ആണ് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ റെയിൽവേ വിളിച്ചിരിക്കുന്നത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF-ന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.